മഴക്കാലം വരുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇതുപോലത്തെ പണികളൊക്കെ ഒരുക്കി വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനിതാ കുറച്ച് വിറകൊക്കെ ഒന്ന് ശേഖരിച്ച് വെക്കുകയാണ് കേട്ടോ. ഇതതുപോലെ ചെറിയ ചെറിയ കെട്ടുകളായിട്ട് നമ്മളിതാ വിറക് പുരയിൽ കൊണ്ടുവയ്ക്കും. ഇനിയിപ്പോൾ മഴക്കാലത്ത് സുഖസുന്ദരമായിട്ട് തീ പിടിപ്പിക്കാമല്ലോ. അങ്ങനെ വിറകൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം മൂച്ചിമരത്തിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ 2-3 മാങ്ങപ്പഴം നിൽക്കുന്നുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇതുപോലെ മാങ്ങപ്പഴം കിട്ടും കേട്ടോ. അതങ്ങനെ പറിച്ചും കണ്ട് കഴുകിയിട്ട് കഴിക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഒരു മാംഗോ സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാ ഇത് ഇത്തിരി നാരുള്ള മാങ്ങയാണ്. പിന്നെ തൊലിയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തൊലിയോടെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ്. അങ്ങനെ മാങ്ങപ്പഴത്തിൻ്റെ പൾപ്പൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കറണ്ട് പോയിട്ടോ. പിന്നെ അത് കുറച്ച് നേരം ഫ്രീസറിനകത്ത് വെച്ചു. അതാണ് ഇത്തിരി കട്ടിയായിരിക്കുന്നത്. അങ്ങനെ കറണ്ട് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിനകത്ത് അത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തു. പിന്നെ പാലിട്ട നമ്മൾ തണുപ്പിച്ച് വെച്ച പാലാണ്. അതും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തു. നല്ല സിമ്പിളായിട്ടുള്ള മാംഗോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മാംഗോൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത്